ബി.ജെ.പി. പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും ഉപരി രാജ്യത്തിന്റെയും യുവജനങ്ങളുടെയും താൽപര്യങ്ങളാണ് വലുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഈ തത്വമാണ് തെളിയിക്കുന്നത് എന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തം കടമയോടെയും വിനയത്തോടെയും ഏറ്റെടുക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ലഭിച്ച കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ ബി.ജെ.പി. പ്രവർത്തകനും പദവികളേക്കാൾ വലുത് രാഷ്ട്രവും യുവജനങ്ങളുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അമിത്ഷാ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഈ തത്വമാണ് തെളിയിക്കുന്നതെന്നും എക്സിൽ കുറിച്ചു. മോദി സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ വികാരങ്ങളെ മാനിക്കുന്നുണ്ടെന്നും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സ്വാഗതം ചെയ്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി.ജെ.പിക്ക് വിദ്യാർത്ഥികളാണ് ആദ്യമെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി കൈക്കൊണ്ട നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ആഭ്യന്തരമന്ത്രി ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കൂട്ടിച്ചേർത്തു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ ധർമ്മേന്ദ്ര പ്രധാനെ ആഭ്യന്തരമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിതനായ പ്രഹ്ലാദ് ജോഷി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നിരവധി ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ ധർമ്മേന്ദ്ര പ്രധാനും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. I am thankful to the Prime Minister. In last 12 years of Prime Minister Shri Modi government, many historical achievements have been done, and even in last 4-5 years, Shri Dharmendra Pradhan also executed national new education policy. All such things have been done, and country is really, it has advanced very well in the new education system. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശപ്രകാരം പുതിയ ചുമതലയിൽ തനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കടുത്ത ശിക്ഷയടക്കം കർശന വ്യവസ്ഥകളുള്ള പൊതുപരീക്ഷാ ബിൽ ഭേദഗതി തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. ജനം, ഡൽഹി.